കെയുടെ രണ്ടാം ചരമവാർഷിക ദിനമായി അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടി 9-ാം തീയതി ഐച്ചേരി ടൗണിൽ ഒരു പൊതു യോഗം സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുപരിപാടി ഇന്ന് ഈ കുടുംബ യോഗത്തിലൂടെ ആണ് നടത്തുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സഖാവ് PK മസൂദ് ക്ഷണിച്ചോളൂ. ഞാനിപ്പം ഇന്ന് വളരെ സന്തോഷത്തിലാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് പറയുമ്പം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മക്കൾ വളരെ സന്തോഷത്തോടെ, നമ്മളൊന്നും പറഞ്ഞിട്ടല്ല ഈ ഗേറ്റ് ഉണ്ടാക്കിയത്. ഈ ഗേറ്റ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഈ ഭവനത്തിൻ്റെ മുമ്പിൽ നല്ല ഗേറ്റ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ പറയുന്നു, അദ്ദേഹത്തിൻ്റെ സ്മാരകം എടുക്കുന്നത് എൻ്റെ അടുക്ക് എടുക്കാം, ഞാൻ തയ്യാറാണ് എന്ന് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പറയുന്നത് അദ്ദേഹത്തോടുള്ള വാത്സല്യമാണ് കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭ്യമാകുന്നത്. സമൂഹത്തിൽ നിന്ന് അയാൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പാർട്ടി ബന്ധുക്കളുടെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ തന്നെ സ്നേഹാദരവ് പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. തൻ്റെ കർമ്മമണ്ഡലം എന്താണ് എന്ന് യൗവനത്തിൽ തന്നെ ആരംഭിച്ച അദ്ദേഹം മരണം വരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെയാണ് ജീവിച്ചതും മരിച്ചതും. ആ ആദരവ് കൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ച ഒരു ചടങ്ങല്ല, അല്ലെങ്കിൽ ഇത് കുടുംബം സംഘടിപ്പിച്ച ഒരു ചടങ്ങാണ്. നമ്മളിവിടെ വന്നപ്പോഴാണ് മേക്സെറ്റും കാര്യവും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് തന്നെ ഞാൻ. അപ്പോൾ ഇങ്ങനെ വിപുലമായി അതിന് തയ്യാറെടുത്ത് അതിന് ഒരുപാട് പൈസ ചിലവാക്കി അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെ അതിന് തയ്യാറായതിൽ വളരെ സന്തോഷമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലത്തും പാർട്ടിയുടെ അഭിമാനമായി കൊണ്ടു നടക്കുന്ന സ്വതന്ത്ര സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായ അദ്ദേഹത്തെ സ്മരിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. മദിരാശി സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ്റിലെ ജയിൽ വകുപ്പ് മന്ത്രിയാണ് കോഴിപ്പുറത്ത് മാധവമേനോൻ. അദ്ദേഹം ജയിൽ സന്ദർശിക്കുന്നത് മനസ്സിലാക്കി ജയിലിൽ തടവുകാരോട് കാണിക്കുന്ന ഈ അന്യായത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തടവുകാർ തയ്യാറെടുത്തു. ജയിൽ മന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിവേദനം നൽകാൻ തയ്യാറായ രാഷ്ട്രീയ തടവുകാർക്ക് നേരെ ജയിലധികൃതർ വെടിയുതിർത്തത്. ജയിൽ അനക്സിനകത്ത് 22 പേര് ആ വെടിവെപ്പിൽ മരണപ്പെട്ടു. 17 പേര് തൽക്ഷണം മരിച്ചു. 5 പേര് പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മരിച്ചു. അതിലാണ് സഖാവ് തളിയൻ, അതുപോലെ തന്നെ OP അനന്തൻ മാഷ് 2 പേരും കാവുമ്പായി സമരത്തിൻ്റെ നേതാക്കളാണ് കൊല ചെയ്യപ്പെട്ടത്. സഹ തടവുകാരനായിട്ട് കൂടെയുണ്ടായിരുന്നതാണ് നാരായട്ടൻ. നാരായട്ടൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനുഷ്യരക്തത്തിൻ്റെ രുചി അറിയാം, നിനക്കറിയില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ മനുഷ്യരക്തത്തിൻ്റെ രുചി ഉപ്പാണ് എന്ന് നാരായട്ടൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വെടിയേറ്റ് വീണ തടവുകാരുടെ ശരീരത്തിനൊഴുകിയ രക്തം അർദ്ധബോധാവസ്ഥയിൽ കഴിയുന്ന നാരായട്ടൻ്റെ ചുണ്ടിൽ സ്പർശിച്ച് നാക്ക് അത് നുണഞ്ഞ് അതിൻ്റെ രുചി മനസ്സിലാക്കാൻ അവസരം നാരായട്ടന് കൈവന്നു. ഒരു ജയിലിനകത്ത് നിരായുധരായ തടവുകാർക്ക് നേരെ ആയുധധാരികളായ പോലീസുകാർ വെടിയുതിർത്തിട്ട് അച്ഛൻ മരണപ്പെടുക, തല ഉയർത്തി നോക്കുമ്പോൾ അച്ഛൻ വെടിയേറ്റ് വീഴുന്നത് കാണുക, എന്നിട്ട് അന്നേറ്റ വെടിയുണ്ടയുമായിട്ട് ജീവിതാന്ത്യം വരെ ജീവിക്കുക. നാരായട്ടൻ്റെ കാലിൻ്റെ മുട്ടിന് താഴെ കാലിൻ്റെ നെട്ടയുടെ ഭാഗത്ത് വെടിയുണ്ട മരിക്കുമ്പോഴും ഉണ്ട്. നീക്കം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതൊരു ഇതിഹാസ തുല്യമായ ജീവിതമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ചരമവാർഷിക ദിനത്തിൽ ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചടങ്ങ് ഇവിടെ നടത്താൻ തയ്യാറായ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളെയെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കൂടുതലൊന്നും പറയാനില്ല. അച്ഛൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ വളരെ മഹത്തരമായ ഓർമ്മ തന്നെയാണ്. അച്ഛൻ്റെ കൂട്ടത്തിൽ ഏറ്റവും 54 വയസ്സായി. അതിൽ ഒരു 2-3 കൊല്ലം ഒഴിച്ചു ബാക്കി മൊത്തമായിട്ടും അച്ഛൻ്റെ കൂട്ടത്തിൽ തന്നെ ജീവിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അച്ഛൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളെല്ലാം അറിയാം. വലിയ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നത്. ഒരു ആയുസിൻ്റെ ഒരു പകുതിയോളം അച്ഛൻ്റെ ഒപ്പം സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത് അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ
അച്ഛനെ ആഗ്രഹിച്ചത്ര ഒരു ഉയർച്ചയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല, അതൊരു സത്യമുള്ള കാര്യമാണ്. അച്ഛൻ ചിലപ്പോൾ എന്നെക്കുറിച്ചൊക്കെ കുറച്ചും കൂടി ഉയരത്തിലെത്തുമെന്നുള്ള ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ അത്ര ഒരു വലിയ ഉയർച്ചയൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എന്നാലും ഞാൻ സന്തോഷവാനാണ്. കാരണം അച്ഛനെയും അമ്മേൻ്റെ എല്ലാം ഒപ്പരം അവരെല്ലാം പരിപാലിച്ച് ജീവിക്കാൻ പറ്റുക എന്നത് വലിയൊരു കാര്യമല്ലേ. അത് എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എത്താൻ കഴിയാത്ത സ്ഥാനത്ത് നമ്മളെ മക്കളെ എത്തിക്കുക എന്നൊരു ഇതുണ്ടല്ലോ, അത് നമുക്ക് നാട്ടുകാരെയും വീട്ടുകാരെയും നമ്മളെ പാർട്ടീൻ്റെയും എല്ലാവരുടെയും സഹായത്തോടെ നമുക്ക് അതൊക്കെ ആവും എന്ന് പ്രതീക്ഷിക്കുക. അത് ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണ്. നമുക്കാവാത്തത് നമ്മളെ മക്കളും മരുമക്കളും സഹോദരിമാരും എല്ലാം ആവുമ്പം അതൊക്കെ തന്നെയാണ് നമ്മളെ ഭാഗ്യം. അല്ലാണ്ട് നമ്മൾ തന്നെ എല്ലാം അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നതൊന്നും ചിലപ്പോൾ പോസിബിൾ അല്ല. അപ്പോൾ എന്തായാലും തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും നല്ല ഓർമ്മകളും ഏറ്റവും നല്ല ജീവിതവും തന്നെയായിരുന്നു. അച്ഛന് മാനസികമായിട്ട് പല പ്രശ്നങ്ങളെല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം നല്ല ഇവർ പറഞ്ഞ പോലെ തീരെ യൗവനത്തിൽ തന്നെ സ്വന്തം അച്ഛൻ്റെ ഒപ്പരം ജയിലിലേക്ക് പോവുക, സമരത്തിൽ പങ്കെടുക്കുക, പിന്നെ അവിടെ നിന്ന് ഒളിവിലേക്ക് പോവുക, ഒളിവിൽ നിന്ന് പല ജയിലുകളിലേക്ക് മാറി മാറി പോവുക. അപ്പോൾ ഇവരെല്ലാം എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ കമ്മ്യൂണിസ്റ്റാണ്, ഏറ്റവും അപകടകാരികളായ കമ്മ്യൂണിസ്റ്റുകാരാണ്. അങ്ങനെ എഴുതി വെക്കും. ഇവരെ കൊണ്ടുപോകുന്ന വാർഡൻ്റെ കയ്യിൽ ചുവന്ന ലെറ്ററിൽ എഴുതി വെക്കുന്നത് ഡേഞ്ചർ കമ്മ്യൂണിസ്റ്റ് എന്നാണ്. അപ്പോൾ അങ്ങനെ ത്യാഗോജ്വലമായ ഒരു ജീവിതമായിരുന്നു. അപ്പോൾ തികച്ചും ആഗ്രഹങ്ങൾക്ക് വ്യത്യസ്തമാണെങ്കിലും വെറും കൃഷിപ്പണിയെടുത്ത് കൃഷിക്കാരനായി അച്ഛൻ്റെ കൂടെ നടക്കേണ്ട, പൈനെ വയ്ക്കാനും മുരിനെ വയ്ക്കാനും വണ്ടി കുറുക്കാനും അടക്ക കുറുക്കാനും ആ രീതിയിൽ തനി കാർഷിക വൃത്തിയായിട്ട് മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യം എനിക്ക് അനുഭവപ്പെട്ടു. അതിൽ എനിക്ക് നിരാശയൊന്നും അന്നും ഉണ്ടായിട്ടില്ല, ഇന്നുമില്ല. കാരണം അച്ഛൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ചെയ്യുക. കാരണം സഹോദരിമാർ ഒരുപാടുണ്ട്. അപ്പോൾ അവരെ കാര്യങ്ങളെല്ലാം ആ സമയാസമയങ്ങളിൽ നോക്കി ചെയ്യണമെങ്കിൽ അച്ഛൻ ഒറ്റക്കാവില്ല. പിന്നെ സഹായിക്കേണ്ടത് ഏട്ടനായിരുന്നു. ഏട്ടൻ എന്തോ ദൈവാധീനം കൊണ്ട് നമുക്ക് സഹായത്തിലല്ല തിരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അച്ഛന് ഇതിനൊരു വലിയ ആദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അച്ഛനോട് ചേർന്ന് നിൽക്കുക, അച്ഛൻ്റെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് അച്ഛൻ്റെ നമ്മളെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളത് നിന്നേ പറ്റൂ. അപ്പോൾ അതിലൊന്നും എനിക്ക് ഇന്നും ഒരു നിരാശയൊന്നുമില്ല. എല്ലാ കാര്യത്തിലും ഞാൻ സന്തോഷവാൻ തന്നെയാണ്. അച്ഛൻ എന്താണോ ആഗ്രഹിച്ചിന്, അച്ഛൻ ഏതൊക്കെ രീതിയിൽ ഏതെല്ലാം തലത്തിലാണോ പോയിന്, അതെല്ലാം നമ്മളൊന്ന് പരിശോധിക്കും. അതിനോട് ചേർന്ന് നിൽക്കാൻ നമ്മൾ മക്കൾ തയ്യാറാവും വേണം. അച്ഛൻ പിന്നെ നാട്ടിൽ ആരോടെങ്കിലും യുദ്ധം കൂടുകയോ ദേഷ്യം പിടിക്കുകയോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വർത്താനം പറയുകയോ ഒന്നും ചെയ്താളല്ല. അവർ ഏത് നാട്ടിലെ മധ്യസ്ഥം പറയാനും പോകുന്നത് ഒരാൾ അച്ഛനാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നല്ല ആൾ പോക്ക് അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ വരല്. അതുകൊണ്ട് നമ്മളും നമ്മളെ സഹജീവികളോട് സ്നേഹിക്കാനും അവരോട് കലഹിക്കാണ്ടിരിക്കാനും അവരെല്ലാം ചേർത്ത് പിടിക്കാനും നമ്മൾ ശ്രമിക്കണം. നമ്മൾ അവർക്കെല്ലാം ഒരു മാതൃകയായി തന്നെ മുമ്പോട്ട് ജീവിക്കണം. അല്ലാണ്ട് നമ്മൾ ആരോടെങ്കിലും കലഹം ചെയ്തുകൊണ്ടോ നമ്മൾ പിന്നെ നമ്മളെ കാര്യലാഭത്തിന് വേണ്ടി വേറെന്തെങ്കിലും നടത്തിയതുകൊണ്ടോ ഒന്നും അച്ഛന് സന്തോഷം ഉണ്ടാവില്ല, നമുക്കും വ്യക്തിപരമായിട്ട് ആർക്കും സന്തോഷം ഉണ്ടാവില്ല. എല്ലാവരും ചേർത്ത് പിടിച്ച് എല്ലാവർക്കും മാതൃകയായി എല്ലാവർക്കും എന്ത് സഹായം വെച്ച് ആര് വന്നാലും ഏത് സമയത്ത് വന്നാലും നമുക്കാകുന്ന രീതിയിലുള്ള സഹായം അവരോട് ചെയ്യാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാവണം, നമ്മളത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവണം. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ ജീവിച്ച് മുമ്പോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിനും പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കർശനമായ ഭാഷയിൽ സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടും പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ ഇ.കെ. നാരായണൻ നമ്പ്യാർ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടന്ന കാര്യങ്ങളൊക്കെ മുമ്പ് പ്രസംഗിച്ച ആൾക്കാരൊക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അത് ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ രാഷ്ട്രീയ പ്രവർത്തനം അതോടൊപ്പം തന്നെ കുടുംബത്തിന് തോളിലേറ്റിക്കൊണ്ട് നടന്ന ഒരനുഭവങ്ങളും എനിക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വെടിയുണ്ടയേറ്റ് കാലിൽ ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, വെല്ലാല് വയലിൽ കാല് പൂട്ടുന്ന സമയത്ത് ചിറയിലിറങ്ങിയിട്ട് എന്തോ ഒരു കൊള്ളി വലിക്കുന്ന സമയത്ത് ഈ വെടിവെച്ച പാടിൽ കുത്തി അത് പഴുക്കാനിടയായി. ആ സമയത്ത് അത് എക്സ്റേ എടുക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് ഞാൻ കണ്ടൊരു കാഴ്ച, ബുള്ളറ്റുകൾ, ചെറിയ ചെറിയ ബുള്ളറ്റുകൾ കാലിനുള്ളിൽ. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞൂടെ? വേണ്ട, അങ്ങനെ കിടന്നോട്ട് വേണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ വെടിവെപ്പിൽ ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അദ്ദേഹം കാലിൻ്റെ മുട്ട് തകർന്നിട്ട് ഒരു മലയാളി നേഴ്സിൻ്റെ കാരുണ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടു. ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളും ത്യാഗങ്ങളും നിറഞ്ഞ അദ്ദേഹത്തിന് മക്കളും കുടുംബാംഗങ്ങളും ഈ രീതിയിലുള്ള ഒരു ഓർമ്മ പുതുക്കുന്ന ചടങ്ങ്, അതോടൊപ്പം തന്നെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ച സ്മൃതി കവാടം ഇന്ന് ഉദ്ഘാടനം ചെയ്ത, അതിന് പ്രത്യേകിച്ച് മുൻകൈയെടുത്ത രമണിക്ക് വളരെയധികം സന്തോഷവും സ്നേഹവും ഞാൻ നൽകുകയാണ്.
ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരോടും ഒന്നുകൂടി ആത്മാർത്ഥമായി സ്നേഹം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അർപ്പിക്കുന്നു. സ്വന്തം പിതാവ് സേലം ജയിലിൽ വെച്ച് വെടിയേറ്റ് മരിക്കുമ്പോൾ അത് കാണാൻ വിധിക്കപ്പെട്ട ഒരു മഹാവ്യക്തിയാണ് അദ്ദേഹം. ആ സ്വാഭാവികമായി സ്വന്തം അച്ഛൻ മരിച്ചു വീഴുമ്പോൾ അച്ഛ എന്ന് വിളിച്ച് നിലവിളിക്കുന്ന ആളുകളായിരിക്കും നമ്മൾ മക്കൾ. അതൊക്കെ നമ്മളെ മക്കളുടെ ഒരു ദൗർഭാഗ്യം. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്ര കരുത്തനായ ഒരു മകനും സ്വന്തം അച്ഛൻ പിടഞ്ഞു വീഴുമ്പോൾ അച്ഛ എന്ന് വിളിച്ച് നിലവിളിക്കാനല്ലാതെ ഒരു മക്കൾക്ക് വേറെ ഒന്നും സാധിക്കില്ല. പക്ഷേ ഇ കെ എന്ന മഹാവ്യക്തി ചെയ്തത് ഇൻഖുലാബ് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ മരണത്തെ പോലും സ്വന്തം പിതാവിൻ്റെ മരണത്തെ പോലും വരവേറ്റത് എന്ന് കാലം തെളിയിച്ച ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഇ കെ നാരായണൻ നമ്പ്യാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ സമയം എത്രത്തോളം നമ്മൾ ആ ഓർമ്മകളെ അയവിറക്കിയാലും തീരില്ല. നമുക്കിപ്പോഴും എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട് വെടിയുണ്ടകളേറ്റ ഒരു മനുഷ്യനാണ് എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം ദഹിപ്പിച്ച സ്ഥലത്ത് അത് ചാരമായി ഭൂമിയോട് അലിഞ്ഞു ചേർന്നു എന്നൊക്കെ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളൊരു മെറ്റൽ ഡിറ്റക്ടറുമായി അദ്ദേഹം അലിഞ്ഞു ചേർന്ന മണ്ണിലേക്ക് പോയി ഒന്ന് പരിശോധിച്ചാൽ എത്രയോ വെടിയുണ്ടകളുടെ ചീളുകൾ ഇപ്പോഴും ആ മണ്ണിൽ ഇപ്പോഴും അലിയാതെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രയ്ക്ക് ഈ രാജ്യത്തിന് വേണ്ടി, ആർക്ക് വേണ്ടിയായിരുന്നു? അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല അദ്ദേഹം ഇത്തരത്തിലുള്ള സമര പോരാട്ടത്തിന് ഇറങ്ങിയത് എന്നത് ഈ ലോകത്തെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ നാടിന് വേണ്ടി ഇത്രയേറെ പ്രവർത്തിച്ച, ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അന്നത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു മഹാവ്യക്തിയുടെ ഓർമ്മ ദിനമാണിന്ന്. ഈ ഓർമ്മ ദിനത്തിൽ ഇത്തരം ഒരു 2 വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ച ഇതിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ പേരിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഖാവ് ഇ കെ നാരായണനും ഞാൻ തമ്മിലുള്ള ബന്ധം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ബന്ധമാണ്. ഇ കെ എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ കമ്മ്യൂണിസ്റ്റ്, സ്വാതന്ത്ര്യ സമര സേനാനികളുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പുക എന്നുള്ളത് എൻ്റെ ഒരു ജീവിതാഭിലാഷമായിരുന്നു. അതിലേറ്റവും എനിക്ക് സന്തോഷപ്രദമായത് നമ്മളെ ഇ കെ ആയിട്ടുള്ള ബന്ധമാണ്. ഇ കെ സ്നേഹിക്കുന്ന എല്ലാവരെയും കണ്ട് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അഗതിയായ നന്ദിയുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ചരമദിനം കൊണ്ടാടുമ്പോൾ ഇങ്ങനെ ഗംഭീരമായി ബന്ധുമിത്രാദികളെല്ലാം വിളിച്ച് ഭക്ഷണം കൊടുത്ത് പിരിഞ്ഞു ഒന്നും ചോദിക്കുമ്പോൾ അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ടാണെന്നാണ് പറയുക. ആദരവ് കൊണ്ടാണെങ്കിൽ അന്നേ ദിവസം ജലപാനം കഴിക്കാതിരിക്കുകയാണ് വേണ്ടത്. കാരണം നമ്മളെയൊക്കെ വളർത്തി വലുതാക്കിയ മനുഷ്യനാണല്ലോ ഈ മരിച്ചു പോയത്. അതുകൊണ്ട് ഇന്നേ ദിവസം ഞാൻ ജലപാനം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉപവാസിരിക്കുകയാണ് വേണ്ടത്. പക്ഷേ എന്തിനിങ്ങനെ ചെയ്യുന്നു ചോദിക്കുമ്പോൾ പറയുക, നാട്ടുകാരെന്ത് പറയും, ബന്ധുക്കൾ എന്ത് പറയും, അയൽവക്കക്കാർ എന്ത് പറയും എന്നാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ എന്തു പറയും എന്നോർത്ത് ആർക്കാനോ വേണ്ടി നടത്തുന്ന ചടങ്ങല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ദിനാചരണങ്ങൾ. കമ്മ്യൂണിസ്റ്റുകാരുടെ ദിനാചരണം എന്ന് പറയുന്നത് പുതുതലമുറകൾക്ക് വളരെ അത്യാവശ്യമായി മാറിയ ഓർമ്മപ്പെടുത്തൽ എന്നൊരു രാഷ്ട്രീയമുണ്ട്. ഓർമ്മകൾ നഷ്ടപ്പെട്ട തലമുറയാണ് നമുക്ക് പിന്നിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുതലാളിത്തം പരസ്യം പറയുന്നത് കുട്ടികൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയായി നിലനിൽക്കാൻ പൊടി കലക്കി കൊടുക്കണമെന്ന് പരസ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് അഴിച്ചേരിയിൽ ഇ കെയുടെ അനുസ്മരണ പൊതുയോഗമുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ചന്ദ്രാടനാണ്. എല്ലാ സഖാക്കളും സുഹൃത്തുക്കളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ആ പരിപാടിയിൽ പങ്കെടുക്കണം. ഒരുപാട് നിറവോടുകൂടിയാണ് ഞാൻ ഈ നിമിഷം നിൽക്കുന്നത്. ഒരുപാട് നിറവോടുകൂടി. നമുക്ക് അടുത്ത ആണ്ടിലും മാർച്ച് 7 ഇങ്ങനെ കൂടിയിരിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരുടെയും ഏറ്റവും വിലപ്പെട്ട നേരം ഈ ഒരു ചടങ്ങിനു വേണ്ടി മാറ്റിവെച്ചതിന് എല്ലാവർക്കും വേണ്ടി, എൻ്റെ മൊത്തം സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. നുണയോ പകൽ കണ്ട സ്വപ്നമോ വിഭ്രാന്തിയോ, ഉണരുന്നേരം കൂട്ടിനുള്ളിലാണിരുട്ടാണ്. നേരിനു വേണ്ടി പൊരുതിയ കുറ്റത്തിന് പാരിതോഷികമായി കിട്ടിയ കൂട്ടാളികൾ. കാലം കൊടുത്ത വിഷമുള്ളുകളൊക്കെയും കാലിൽ തറച്ച വെടിച്ചില്ലുവേദന, കാരാഗ്രഹത്തിൻ മരിച്ച ഗന്ധങ്ങളെ കാർന്നു തിന്നുന്ന
കഠിനമേകാന്തത. പാറാവുകാർ നീട്ടും ശാസനാശകാരങ്ങൾ, കാരിരുമ്പിൻ്റെ പരുക്കനുപദാനം. ചാരിയിരുന്ന ദയാശൂന്യരാത്രികളിൽ തീരെ മടുക്കാത്ത കൂട്ടുകാരായവർ താരകം പോലുള്ള വാക്കുകളാണെന്ന് ഓർത്തെടുക്കുമ്പോൾ അച്ഛൻ നക്ഷത്രമാവുന്നല്ലോ. ഉറക്കെ ചിരിക്കാൻ മറന്ന മനസ്സിലെ ഉറവയെല്ലാം ഊറ്റിയെടുത്ത വേനലിൽ ഉതകേണ്ടും കൂടെ പിറപ്പുകൾ പോലും ഉരിയാടാതേറെ അകന്ന കാലത്തും നെഞ്ചിൽ നിബന്ധിച്ചതേഴു സമുദ്രങ്ങൾ, സഞ്ചിതമായ തിരകൾ തൻ സങ്കടം ആർത്തു പെയ്യുന്നു കഥ ഇടവപ്പാതിക്കൊപ്പം. പേർത്തു പേർത്തുറയുന്നു വ്യഥതൻ മഴക്കാലം. മകളെ മധുരത്തിൽ പൊതിഞ്ഞ നുണയൊന്ന് കളിവാക്കായി പോലും പറഞ്ഞിട്ടില്ല അച്ഛൻ. ഒളിക്കാനൊന്നും തന്നെയില്ലാത്ത സമരങ്ങൾ വെളിച്ചത്തരികളായി കഥയിൽ പകർന്നു ഞാൻ. നേരിനും നന്മയ്ക്കുമായി നാമ്പെടുത്തുണരുന്ന നാവിൻ്റെ വിശുദ്ധികൾ പൂക്കുന്നു കഥകളായി. നോവിൻ്റെ തിരവന്ന് ഓർമ്മകൾ മായ്ക്കും മുമ്പേ നീ ഇതു പകർത്തുക, നാളേക്കു കരുതുക. എത്രയും മുതിർന്നിട്ടും തീരെയും വളരാത്ത ചിത്രപുസ്തകത്തിലെ കുട്ടിയെ പോലെ ഞാനും വഴിയിൽ പതറുമ്പോൾ തിരിഞ്ഞു നോക്കുന്നേരം തഴുകും കഥയുമായി അച്ഛനുണ്ടരികത്ത്. മകളെ മറന്നുവോ ഞാൻ തന്ന കഥക്കൂട്ട്, മരുന്നും മന്ത്രങ്ങളും ചൊല്ലിയ നല്ലീണങ്ങൾ. നിനക്കീ പുലരികൾ പുണ്യമായി കാണാനായി നനച്ചു വളർത്തിയ നേരിൻ്റെ തണലുകൾ. നട്ടുച്ച വെയിലത്തും കുടയായി പെരുകുന്നു, നീട്ടുന്നു കാലത്തിൻ്റെ തെളിനീർ മധുരങ്ങൾ. കഥ കേട്ടു കേട്ടല്ലേ വളർന്നു പൊൻപൈതലേ, വ്യഥയാറ്റുവാനത് മതിയെന്നതേ സത്യം. ജീവിതം കുടിപ്പിച്ച കണ്ണുനീർ കഷായങ്ങൾ തീ വിഴുങ്ങിയ പക്ഷി പോലെന്നെ ഉയിർപ്പിച്ചു. ബാധ പോലൊഴിയാതെ കൂടിയ വ്യഥകളെ സാധനയാക്കുന്നു ഞാൻ, കഥയായി പെരുക്കുന്നു. നാളത്തെ സൂര്യൻ എനിക്കായി ഉദിച്ചിടും, പൂക്കളുമായി വന്നുണർത്തും പുലരികൾ. ഒറ്റയ്ക്കൊരാളുടെ സ്വാതന്ത്ര്യ സമരങ്ങൾ പിറ്റേന്നൊരു നാളിൽ പുസ്തകം രചിച്ചിടാം. ഒറ്റയ്ക്കൊരാളുടെ സ്വാതന്ത്ര്യ സമരങ്ങൾ പിറ്റേന്നൊരു നാളിൽ പുസ്തകം രചിച്ചിടാം.